ഇടുക്കി കട്ടപ്പനയിൽ ഓൺലൈൻ ഡെലിവറി ആപ്പിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം. തൃശൂർ സ്വദേശി ശ്രീജിത്ത് കെ.എസിനെ എക്സൈസ് പിടികൂടി. ഇയാളിൽ നിന്നും 1.5 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സുബിൻ, എപ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത്? മറ്റു വിശദാംശങ്ങൾ പറയും. ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവുമായി ഈ ശ്രീജിത്തിൽ പിടിയിലാവുന്നത്. അതായത് ഈ കട്ടപ്പന പോലുള്ള ഒരു ചെറിയ നഗരത്തിൽ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ പേരിലാണ്, അതായത് ഡെലിവറി ആപ്പുകളുടെ മറവിലാണ് ഇത്തരത്തിൽ വ്യാപകമായി ഇയാൾ കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഞ്ചാവുമായി ഏതാനും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഏതാനും ആളുകളെ കട്ടപ്പന എക്സൈസ് പിടിച്ചിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി ഈ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ രഹസ്യ വിവരം എക്സൈസിന് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഓൺലൈൻ ഡെലിവറി ആപ്പിന്റെ മറവിൽ കഞ്ചാവ് എത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഈ കട്ടപ്പനയ്ക്ക് സമീപം മുളകര മേട്ടിൽ വെച്ച് ശ്രീജിത്തിനെ പിടികൂടുന്നത്. ഇയാളിൽ നിന്ന് 1.5 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. തൃശൂർ സ്വദേശിയാണ്. ഈ വ്യാപകമായി ഈ ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആളാണ് ശ്രീജിത്ത് എന്നാണ് എക്സൈസ് പറയുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് തോട്ടം മേഖലയിലും വിദ്യാർത്ഥികളിലേക്കും എല്ലാം തന്നെ കഞ്ചാവ് എത്തിക്കുന്നതിൽ ഇയാൾ കഞ്ചാവ് എത്തിച്ചിരുന്നുവെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇടുക്കിയിൽ കഞ്ചാവ് വിൽപ്പനയിൽ വളരെ സജീവമായ തൃശൂർ സ്വദേശിയാണ് എക്സൈസ് പിടികൂടിയത്. സുബിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്.